ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകളെക്കുറിച്ചാണ്. ഈ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നിൽ ഇസ്രായേലിന്റെ ഇടപെടൽ എന്നാണ് ഇപ്പോൾ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പറഞ്ഞിരിക്കുന്നത്. ചർച്ചകൾ നിർണായക ഘട്ടത്തിലായിരിക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ ഫോണിൽ വിളിച്ചതാണ് തിരിച്ചടിയായതെന്നാണ് അബ്ബാസ് അരാക്ചിയുടെ ആരോപണം. അതിനിടെ മധ്യസ്ഥതയ്ക്ക് തയ്യാറെന്ന് റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വീണ്ടും ചേരുന്നുണ്ട് നമുക്കൊപ്പം. മധു, ഈ ഒരു കാര്യത്തിൽ ഈ ഇസ്രായേലിന്റെ ഇടപെടലുകളിൽ തീർച്ചയായിട്ടും ഇറാൻ തുടക്കം മുതൽ ആ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് തന്നെ പറഞ്ഞിരുന്നു, അതർ പാർട്ടിയെ ഞങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന്, വിശ്വസിക്കാൻ കഴിയില്ല എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അതിപ്പോൾ കൂടുതൽ വ്യക്തമാക്കുകയാണോ? ഇസ്രായേലിന്റെ ഒരു ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണോ ഇറാൻ ആരോപിക്കുന്നത്? സ്മിത, ഇതിലെ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഒട്ടും പറ്റാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. അവിടെ വെച്ചാണ് ഈ സമാധാന ചർച്ചകൾക്ക് വേണ്ടി വേദി ഒരുങ്ങിയത്. ഇപ്പോൾ അബ്ബാസ് അരാക്ചിയുടെ ആരോപണം വന്നിരിക്കുന്നത് ഇസ്രായേലിന്റെ ഇടപെടലാണ് ഈ ചർച്ച നടക്കാതെ പോയത്, ഒരു ധാരണയിൽ എത്താതെ പോയത്. അവസാന നിമിഷം JD വാൻസിനെ നെതന്യാഹു വിളിച്ചു എന്നാണ് പറയുന്നത്. ഇതൊരു ആരോപണമാണ്. വൈറ്റ് ഹൗസോ അല്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷനോ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. വൈറ്റ് ഹൗസ് ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരു മൗനം പാലിക്കുകയാണ്. അതായത് ഇത് സ്ഥിരീകരിക്കുന്നുമില്ല, ഇത് തള്ളിക്കളയുന്നുമില്ല. അപ്പോൾ ഒരുപക്ഷെ ഈ ഫോൺ കോൾ വന്നിരിക്കാം. ഇത് കൂടാതെ അബ്ബാസ് അരാക്ചിയെ പ്രകോപിപ്പിച്ചത് ഈ ചർച്ച പൂർത്തീകരിക്കുന്നതിന് മുന്നേ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ തിരിച്ചു പോകുകയാണെന്ന് പറഞ്ഞു. അതും ഈ തുടർ ചർച്ചകൾക്ക് ഉള്ള സാധ്യത ഇല്ലാതാക്കി എന്നുള്ള ഒരു കടുത്ത അമർഷവും അദ്ദേഹം വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം അല്പം ശുഭകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിനുമായിട്ട് ദീർഘനേരം ടെലിഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം അവസാനിപ്പിക്കുവാനായിട്ട് മധ്യസ്ഥത വഹിക്കാം, ഇടപെടൽ നടത്താം എന്ന് പുടിൻ തന്നെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപും പുടിനുമായിട്ട് ദശാബ്ദങ്ങളായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട് രാഷ്ട്രീയത്തിനപ്പുറമായിട്ട്. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ ഇടപെട്ടു എന്നുള്ള ചില ആരോപണങ്ങളൊക്കെ ആദ്യത്തെ ടേമിൽ തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിന്റെ മേൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്ന ലോക നേതാക്കളിലെ ഒരേ ഒരാളെന്ന് വേണമെന്നുണ്ടെങ്കിൽ പുടിൻ എന്ന് പറയാം. അപ്പം പുടിന്റെ എൻട്രിയോട് കൂടി ഒരുപക്ഷെ നമുക്ക് ഒരു സമാധാനത്തിന്റെ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ, ഏറ്റവും പുതിയ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം ഹോർമൂസ് കടലിടുക്കിൽ കൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ട് നിലച്ചു എന്നാണ്. അതുമാത്രമല്ല, 2 കപ്പലുകൾ ഇത് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ചത് അവര് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഇത് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷമാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇത് ആഗോള എണ്ണ വിപണിയെ വലിയ രീതിയിൽ സ്വാധീനിക്കുക. എണ്ണവില ഒരുപക്ഷെ ഇനി $10 കൂടെ കൂടി 219 അല്ലെ 119 $120 പോകാനുള്ള സാധ്യതയും ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. സ്മിത, അതേസമയം തന്നെ ഈ റഷ്യയുടെ ഒരു ഇടപെടൽ അതിനി ഏത് തരത്തിലാകും അമേരിക്ക കാണുക? റഷ്യ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ആ ആവശ്യം അമേരിക്ക അംഗീകരിക്കാൻ വഴിയുണ്ടോ? ഒപ്പം തന്നെ ഇസ്രായേൽ ഇതിനെ പിന്തുണയ്ക്കുമോ? മുമ്പൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഫ്രേസ് ഉണ്ട്, ടാക്കോ, ട്രംപ് ഓൾവേസ് ചിക്കൻ ഔട്ട് എന്ന് പറഞ്ഞൊരു ഫ്രേസ്. അതായത് വലിയ കാര്യങ്ങൾ പറഞ്ഞായിരിക്കും ഒരു വിലപേശൽ തുടങ്ങുന്നത്. പക്ഷേ മേശക്കരികിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആ ആൾ ആവശ്യപ്പെടുന്നതിലും കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു പതിവ് ട്രംപിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അതായത് ഉപരോധങ്ങൾ നീക്കി ഒരുപാട് ഉള്ള ഓഫറുകൾ, ഇറാനെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരു ഓഫർ ഒരുപക്ഷെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ഒരു നീക്കം വന്നു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമല്ല. പകരം ഈ ആണവായുധം എന്നുള്ള അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽസിന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഒരു ഉറപ്പ് നൽകി കഴിഞ്ഞാൽ അത്തരം ഒരു കാര്യം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ വരുന്നുണ്ട്. അത് മാത്രമല്ല, മുമ്പ് അമേരിക്കൻ പ്രസിഡന്റുമാരുടെയൊക്കെ കാര്യത്തിൽ വന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മാക്സിമം വഷളാക്കിയതിനു ശേഷം എക്സിറ്റ് അടിക്കുക എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജിയും ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. സ്മിത, പ്രവിത. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.